ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്, അഥവാ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയുടെ മെയിൻ സബ്ജക്റ്റിലെ സിലബസിലുള്ള മെയിൻ സബ്ജക്റ്റാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. LDC മെയിൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഒരു തവണയെങ്കിലും എക്കണോമിക്സിൻ്റെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞവർക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കാം. ഇനി നോക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് ഇത് ഒരു വട്ടം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. അഥവാ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നാഷൻസ് ആണ്. ഗുനൻ മിർ ദയാൽ ഏഷ്യൻ ഡ്രാമയാണ്. അമർത്യ സെൻ പോവർട്ടി ആൻഡ് ഫാമിൻ ആണ്. ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ദാദാഭായ് നവറോജിയുടെ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു രാജ്യത്തിന്റെ മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ആഗോളവൽക്കരണം എന്ന പേരിലാണ്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ 20, 50, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബാങ്ക് നോട്ട് പ്രസ് ദിവാസ്, മധ്യപ്രദേശാണ്. ബാങ്ക് നോട്ട് പ്രസ് ദിവാസ് മധ്യപ്രദേശാണ്. നാസിക്കിൽ നോട്ട് അച്ചടിക്കുന്നുണ്ട്, പക്ഷേ കറൻസി നോട്ട് പ്രസ് അല്ല അതിൻ്റെ പേര്. അതുകൊണ്ടാണ് ബാങ്ക് നോട്ട് പ്രസ് ദിവാസ് എന്നുള്ളത് ആൻസർ ആയിട്ട് വന്നത്. നാസിക് എന്ന ഓപ്ഷനിലുണ്ടെങ്കിൽ നാസിക് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ സാധ്യത. നാലാമത്തെ ചോദ്യം: ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2400 കലോറിയാണ്. 2400 കലോറിയാണ് ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം: ഒരു ഉൽപ്പന്നത്തിന്റെ പാക്കറ്റിൽ റഗ് മാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നമാണ് റഗ് മാർക്കിന്റെ ചിഹ്നത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യോഗക്ഷേമം വഹാമൃഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ആൻസർ ഓപ്ഷൻ എ, LICയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമൃഹം എന്നുള്ളത്. ഏഴാമത്തെ ചോദ്യം: 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം, ശ്രദ്ധിക്കണം, വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? ആൻസർ ഓപ്ഷൻ ബി, ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന തകർച്ചയെയാണ് വാൾ സ്ട്രീറ്റ് ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം: ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗിൽഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഗിൽഡ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബി അഥവാ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ സി, 1988ലാണ്. പത്താമത്തെ ചോദ്യം: സർചാർജ് എന്നത് ഏത് തരം നികുതിയാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമെ ഈടാക്കുന്ന അധിക നികുതിയെയാണ് സർചാർജ് എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം: നികുതി രേഖകൾ സമർപ്പിച്ച ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥനോട് പാൻ കാർഡ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. പാൻ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പാനിന്റെ പൂർണ്ണ രൂപമാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളത്. 12ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ, വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് വാഗുൽ കമ്മിറ്റി. SN വർമ്മ കമ്മിറ്റി കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന.
ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം. രഗി കമ്മിറ്റി പരോക്ഷ നികുതി കമ്മിറ്റിയായിരുന്നു. അപ്പോൾ 1, 2, 3, 4 എന്നിവ ശരിയാണ്. 14ാമത്തെ ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വിൽപ്പന നികുതിയാണ്. വിൽപ്പന നികുതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് നിലവിൽ വന്ന വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 2005 ഏപ്രിൽ 1-നാണ്. 2005 ഏപ്രിൽ 1-നാണ് വാറ്റ് നിലവിൽ വരുന്നത്. 16ാമത്തെ ചോദ്യം, GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ചെയർമാൻ നീതി ആയോഗ്. കൗൺസിലിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. കൗൺസിലിൽ കേന്ദ്ര ധനകാര്യമന്ത്രി വരും, റവന്യൂ സഹമന്ത്രി വരും, സംസ്ഥാന ധനകാര്യ മന്ത്രിമാരും വരും. ഈ 3 പേരും ഉൾപ്പെട്ടതാണ് GST കൗൺസിലിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരിക്കലും നീതി ആയോഗിലെ ചെയർമാൻ വരില്ല. 17ാമത്തെ ചോദ്യം, ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നീ വിശേഷണങ്ങളുള്ള റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എണ്ണപ്പനയാണ്. എണ്ണപ്പനയാണ് റിസർവ് ബാങ്കിൽ കാണുന്ന വൃക്ഷം എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 1999 ജനുവരി 1-നാണ് യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം അഥവാ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡി ഉദയകുമാറാണ്. ഈ ഡി അടക്കം പഠിച്ചു വെക്കണം. ഉദയകുമാർ എന്ന് മാത്രം പഠിക്കരുത്, ഡി ഉദയകുമാർ എന്ന് തന്നെ പഠിച്ചു വെക്കണം. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ കറൻസികളിൽ 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാം നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഗവർണറാണ്. റിസർവ് ബാങ്ക് ഗവർണറാണ് 1 രൂപ ഒഴികെയുള്ളതിലെല്ലാം ഒപ്പിടുന്നത്. 21ാമത്തെ ചോദ്യം, കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെന്റിൽ നിക്ഷിപ്തമായത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ പേപ്പർ കറൻസി ആക്ട് 1861 പ്രകാരമാണ്. 1861 പ്രകാരമാണ്. 22ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞത് എല്ലാം ശരിയാണ്. നമുക്ക് 1ാമത്തെ നോക്കാം. 1996 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. ബി ആണ്. ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. അപ്പം മേൽ പറഞ്ഞത് എല്ലാം ശരിയാണ്. 23ാമത്തെ ചോദ്യം, എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി പാലക്കാട് ജില്ലയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PSCയുടെ ഇഷ്ട ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ബാങ്കിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്തത്? ഏതാണ് ഇതിൽ സ്ഥിതി ചെയ്യാത്തത്, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലല്ല. 25ാമത്തെ ചോദ്യം, ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? ആൻസർ ഓപ്ഷൻ സി 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 26ാമത്തെ ചോദ്യം, യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? ആൻസർ ഓപ്ഷൻ സി ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യമാണ് യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്നുള്ളത്. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കിരണാണ്. 28ാമത്തെ ചോദ്യം, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡ് മുംബൈ ആസ്ഥാനമായി
രൂപം കൊണ്ടത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി 1982 ജൂലൈ 12-നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. വർഷം, ഡേറ്റ്, മാസം ഒക്കെ പഠിച്ചിരിക്കണം. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ SBI ആണ്. 30ാമത്തെ ചോദ്യം, 2017 ഏപ്രിൽ 1-ന് SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ് 2017 ഏപ്രിൽ 1-ന് SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടാത്തതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. 31ാമത്തെ ചോദ്യം, GSTയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അത് തെറ്റാണ്. 32ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസ് പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ്? നല്ലൊരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി 25ാമത്തെ വ്യക്തിയാണ്. 25ാമത്തെ വ്യക്തിയാണ് ശക്തികാന്ത ദാസ്. 33ാമത്തെ ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2012 മുതൽ 2017 വരെയാണ്. 34ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച ജനകീയ പദ്ധതി എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ് കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്കിനെയാണ് രാജ് കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത്. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കി അല്ലെങ്കിൽ ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? ഏതൊക്കെ കാലയളവിലാണ് ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1990 മുതൽ 92 വരെയും 66 മുതൽ 69 വരെയും 79 മുതൽ 80 വരെയും. ഇവയെല്ലാം ശരിയാണ്. ഇതിലെല്ലാം ആനുവൽ പ്ലാനുകളാണ് നടപ്പിലാക്കിയിരുന്നത്. 37ാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് 1952 രൂപം കൊണ്ട NDC ആണ്. NDC എന്നതിന്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് NDCയുടെ പൂർണ്ണരൂപം. രൂപം കൊണ്ട വർഷം 1952. 38ാമത്തെ ചോദ്യം, 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 2016 നവംബർ 8-നാണ്. 39ാമത്തെ ചോദ്യം, ഇപ്പോൾ പ്രചാരത്തിലുള്ളതും പുതുതായി പുറത്തിറക്കിയതുമായ ഇന്ത്യൻ കറൻസികളെയും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങളെയും സംബന്ധിച്ച് തെറ്റായത് ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 50 രൂപ ഇന്ത്യൻ പാർലമെന്റ്. 50 രൂപയുടെ പഴയ നോട്ടിലായിരുന്നു ഇന്ത്യൻ പാർലമെന്റ്. ഇപ്പോൾ അതല്ല. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ അഥവാ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1954 നടത്തിയിട്ടില്ല. 3 തവണയാണ് കറൻസി പിൻവലിച്ചിട്ടുള്ളത്. 1946, 78, 2016. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണ്? മുകളിൽ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കാരണം 1, 2, 3, 4 എന്നിവ ശരിയാണ്. 42ാമത്തെ ചോദ്യം, പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഡ്സ് ആണിത്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വാക്കറാണ്. വാക്കറാണ് മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വാക്കർ. 43ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ആൻസർ ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇതൊക്കെ LGS ലെവലിൽ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ.
44-ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ചുവടെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഇതിലെല്ലാം അങ്ങനെ കൊടുത്തു എന്ന് എഴുതി PSCക്ക് അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് PSC ബുള്ളറ്റിനിൽ കൊടുത്ത ആൻസറുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് തന്നെ എല്ലാ എക്സാമിനും 1, 2, 3, 4 തന്നെ ശരിയാവണം എന്നില്ല. അതുകൊണ്ടാണ് പഠിക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ, പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. ശരിയാണ്. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ്. ബാങ്കിങ്, ഗതാഗതം എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ 4 ശരിയാണ്. 45-ാമത്തെ ചോദ്യം, ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം എന്നാണ് പറയുന്നത്. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. 46-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. 47-ാമത്തെ ചോദ്യം, UNDP 2018 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 130-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ മാനുഷിക വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 0.640 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒക്കെ PSC ചോദിക്കുമോ എന്ന് തന്നെ നമുക്ക് തോന്നില്ല. പക്ഷേ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പോയിന്റ് വെച്ചിട്ടുള്ള കണക്കുകൾ വരെ അതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടേ ചോദിക്കൂ. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഏത് ചോദ്യവും നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക. 48-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. PSC സ്ഥിരമായിട്ട് ഇടുന്നതാണ്. ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണ്. ആസൂത്രണ കമ്മീഷന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ് അമിതാഭ് കാന്ത് എന്ന് പറയുന്നത്. 49-ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ചുവടെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനയാണ് എ. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 50 മുതൽ 55 വരെയാണ്. എന്നാൽ ശരിയായിട്ടുള്ളത് 51 മുതൽ 56 വരെയാണ്. 50-ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2019 നൊബേൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? 2019 ചോദിച്ചിട്ടുള്ളത്. 2019 ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഒലിവർ ഹാർട്ട് ആണ്. അപ്പോൾ നമ്മുടെ 50 ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കുറേ അറിയാത്തതുണ്ടാകാം, അറിയുന്നതും ഉണ്ടായിരിക്കാം. അറിയാത്തത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. കോഡ് ഉപയോഗിച്ചോ മറ്റും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാർക്ക് കിട്ടാത്തവർ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒന്നും കൂടിയും വായിച്ചതിന് ശേഷം ഒരു വട്ടം കൂടി എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. പ്രധാനപ്പെട്ട വർഷങ്ങൾ, മാസം, ദിവസം തുടങ്ങിയവ ഓർത്തു വയ്ക്കുക. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് വരികയോ മറ്റോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.